ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് യുഡൈഫിൻ്റെ പുതിയ അപ്ഡേഷൻസ് ആണ്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന യുഡൈഫിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോഗിൻ ഫോർ ഓൾ മോഡ്യൂൾ എടുക്കുന്നു. നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ യുഡൈഫിൽ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസ് മൊഡ്യൂളിനകത്തുള്ള പുതിയ അപ്ഡേഷൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് മൊഡ്യൂൾ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. അതോടൊപ്പം താഴെ കാണുന്ന ക്യാപ്ചയും കൂടി കൊടുക്കുക. എല്ലാം ഓക്കെ ആയതിനു ശേഷം ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ യുഡൈഫിൻ്റെ സ്റ്റുഡൻസ് മൊഡ്യൂളിൻ്റെ ഇൻ്റർഫേസ്. നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് കറണ്ട് അക്കാദമിക് ഇയർ 2025-26 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും പ്രൊമോട്ടെല്ലാം ചെയ്തതാണ്. ഓക്കെ, ഇപ്പോൾ കാണുന്ന പോപ്പപ്പ് നമുക്ക് വായിച്ചിട്ട് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് പ്രൊമോട്ടൊക്കെ ചെയ്തതാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സംശയമുള്ളവർക്ക് താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എങ്ങനെ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആ ഒരു ക്ലാസ് നമുക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്കിവിടെ വ്യൂ മാനേജ് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലാസ്സിലുള്ള കുട്ടികളുടെ എല്ലാം ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യവും ഓരോ കുട്ടികളുടെയും അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതായത് GP, EP, FP എന്നീ 3 സെക്ഷൻസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതിൻ്റെ എല്ലാം ഫുൾ ഫോം എല്ലാം മേളിൽ കിടപ്പുണ്ട്. ഓക്കെ, നമുക്ക് ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് ആദ്യമേ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ അത് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞും കിടക്കും. അപ്പോൾ നമുക്ക് നോട്ട് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ GP ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ GP അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ EP ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ EP അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ FP ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മൾ GP അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ GP ക്ലിക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ചേർത്ത ഒരു കുട്ടിയുടെ ഡീറ്റെയിൽസാണ്. മൊത്തത്തിലൊന്ന് നോക്കുക, എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന്. ഇനിയിപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ആധാറോ പോലുള്ള കാര്യങ്ങൾ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ വർഷം LKGയിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. LKGയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്ത് വിട്ടേക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ഈ കുട്ടിക്ക് അന്ന് ആധാർ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഡു യു വാണ്ട് ടു ചേഞ്ച് ആധാർ ഡീറ്റെയിൽസ് ഇൻ FDMF എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് കാണാം. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഒരു പോപ്പപ്പ് വരുന്നതാണ്. അത് എഗ്രി ചെയ്തതിന് ശേഷം നമുക്ക് ആധാർ നമ്പർ കൊടുക്കേണ്ട കോളം നമുക്ക് എഡിറ്റബിളായി ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് ആധാർ നമ്പർ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സമ്പൂർണ്ണ ഒന്ന് ലോഗിൻ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സമ്പൂർണ്ണം നമുക്ക് ലോഗിൻ ചെയ്ത് വെക്കാവുന്നതാണ്. കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ സമ്പൂർണ്ണയിൽ അപ്ഡേറ്റ് ആയിരിക്കും എന്ന് കരുതുന്നു. സമ്പൂർണ്ണം എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കുട്ടിയുടെ UID നമ്പർ ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ പ്രത്യേകം ഓർക്കാനുള്ളൊരു കാര്യം, നമുക്ക് ഇതിനകത്ത് കോപ്പി കൊടുത്തതിന് ശേഷം അപ്പുറത്ത് യുഡൈഫിൻ്റെ സൈറ്റിൽ അത് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുകയില്ല. നമുക്ക് ഈ ഒരു നമ്പർ അടിച്ചു കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം യുഡൈഫ് എടുക്കുക. ആധാർ നമ്പറിൻ്റെ ആ കോളത്തിൽ ആ ഒരു നമ്പർ ടൈപ്പ് ചെയ്യുക. നമുക്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് കാണുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ആധാർ നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും അത് സ്റ്റാറായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആധാർ നമ്പറിൽ കിടക്കുന്ന പേര് എന്താണെന്നുള്ളതും കറക്റ്റായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ ആ കുട്ടിയുടെ ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്.
ശേഷം ഏറ്റവും താഴെ നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതാണ്. ഇനിയിപ്പോൾ അത് അറിയത്തില്ല എങ്കിൽ ഏറ്റവും അവസാനം കാണുന്ന ഓപ്ഷൻ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള ആ ഒരു റിസൾട്ട് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത്രയും കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ഓക്കെ, ഇനി ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ GP അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് EP ആണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്കിവിടെ നെക്സ്റ്റ് കൊടുത്താൽ മതിയാവും. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം അതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വിടുക. മറ്റ് ചേഞ്ചസുകൾ ഒന്നുമില്ല എങ്കിൽ നമുക്കത് സേവ് കൊടുക്കാവുന്നതാണ്. EP സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു പോപ്പപ്പിൽ ക്ലോസും നെക്സ്റ്റും വരുന്നതാണ്. അപ്പോൾ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു പോപ്പപ്പ് ക്ലോസ് ആവും. നമുക്ക് നെക്സ്റ്റ് കൊടുക്കുകയാണ് എങ്കിൽ നേരിട്ട് FBയിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ FBയിലോട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. ചേഞ്ചസുകളെല്ലാം തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡ് ഒരു ഇൻറ്റു മാർക്ക് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ ആ ഒരു പോർഷൻ മിനിമൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് ബാക്കി കാണാവുന്നതാണ്. അപ്പോൾ ഓരോന്നും വായിച്ച് നോക്കുക. അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമുക്ക് പൂരിപ്പിക്കേണ്ട ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റുമാണ്. അത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വരുന്ന പോപ്പപ്പിൽ ക്ലോസ് അല്ലെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ ഈ ഒരു പോപ്പപ്പ് ക്ലോസ് ആവും. അതിനുശേഷം നമുക്കിവിടെ കാണുന്ന നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അടുത്ത പേജിലേക്ക് തന്നെ ആയിരിക്കും പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഏറ്റവും താഴെ കംപ്ലീറ്റ് ഡേറ്റ എന്ന് പറയുന്ന ഒരു ലിങ്ക് കിടപ്പുണ്ട്. അതും കൂടിയും ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയോ ഇല്ലയോ എന്നറിയാൻ നമുക്ക് പുറകിലേക്ക് പോയി നോക്കാം. അതിന് നമുക്ക് ഇവിടെ മേളിലെല്ലാം ലിങ്കുകൾ കിടപ്പുണ്ട്. ക്ലാസ് 1, സെക്ഷൻ A, ഇതെല്ലാം ഓരോ ലിങ്കുകളാണ്. അല്ല എങ്കിൽ ബാക്ക് പോകാം. ഇപ്പോൾ സെക്ഷൻ A എടുക്കുകയാണ് എങ്കിൽ ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളെയും എൻട്രി സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു കുട്ടിയെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യമേ മിനിമൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ അത് മാക്സിമൈസ് ചെയ്യുന്നതാണ്. അതല്ല നമുക്ക് ആദ്യം തൊട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ചൂസ് അക്കാദമിക് ഇയർ കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ആ ഒരു വർഷം വീണ്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓപ്ഷനെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ കുട്ടികളെ എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നമുക്ക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് താഴോട്ട് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണുന്നതാണ്. ഈ ഒരു ലിങ്ക് വെച്ചാണ് നമ്മളിപ്പോൾ കുട്ടികളെ എല്ലാം പ്രൊമോട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പോർട്ട് മൊഡ്യൂൾ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് നമുക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് 3 ഓപ്ഷൻസ് നമുക്ക് കാണാം. ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ്, ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ്, ഇനി ഡ്രോപ്പ് ബോക്സ് ഇനാക്റ്റീവ് സ്റ്റുഡൻറ്റ് ലിസ്റ്റ്. മറ്റൊരു സ്കൂളിൽ നിന്നാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത് എങ്കിൽ നമുക്ക് ഇമ്പോർട്ട് വിത്തിൻ സ്റ്റേറ്റ് നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ മറ്റൊരു സ്റ്റേറ്റിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഉള്ള ലിങ്കും കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വിത്തിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിൽ കൊടുക്കുകയാണ്. ഗോ കൊടുക്കുന്നു. ഗോ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യമേ ചോദിക്കുന്നത് സ്റ്റുഡൻസിൻ്റെ പെൻ നമ്പറാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാമെങ്കിൽ ആ ഒരു നമ്പർ കൊടുക്കുക. അറിയത്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു പെൻ നമ്പർ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന് സെർച്ച് ബൈ പെൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആ ഒരു കുട്ടിയുടെ നമുക്ക് ഏത് കുട്ടിയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത് ആ ഒരു കുട്ടിയുടെ ആധാർ നമ്പരും ജനിച്ച വർഷവും നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്.
അപ്പോൾ TC വന്ന കുട്ടികളെല്ലാം നമുക്ക് അങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്. ആധാർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക, സെർച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് പെൻ എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്തും നമുക്ക് അപ്പുറത്ത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് പെൻ നമ്പർ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റുഡൻസ് പെൻ എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ പേസ്റ്റ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്നുള്ളത് അതും കൊടുക്കുക. ഗോ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് വരുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കുട്ടിയെ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഈ കുട്ടി മുമ്പ് പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് ഇതുവരെ ആ സ്കൂളുകാർ TC കൊടുത്ത് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരികയാണ് എങ്കിൽ നമുക്ക് ആ ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് UDIFE വഴി റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ കുട്ടി ഏത് സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ സൈഡിൽ കാണാവുന്നതാണ്. അപ്പോൾ അവരത് കറക്റ്റായിട്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഇവിടെ ആഡ് സ്കൂൾ എന്ന് പറഞ്ഞ് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ഏത് ക്ലാസ്സിലോട്ടാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആ കുട്ടിയെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമ്മളിനി UDIFEനകത്ത് സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ലിസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിനകത്ത് ആക്റ്റീവ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ സ്കൂളിലുള്ള എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസിൻ്റെ ഒരു സമ്മറി നമുക്കിവിടെ കാണാൻ സാധിക്കും. ലിസ്റ്റ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ കുട്ടികളുടെ എല്ലാം ഡീറ്റെയിൽസിൻ്റെ വലത്തെ സൈഡിൽ താഴെയായിട്ട് റീവാലിഡേറ്റ് ഫോർ MBU എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറയുന്ന ഒരു ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രമേ റീവാലിഡേറ്റ് ഫോർ MBU എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരു എഗ്രി വരുന്നുണ്ട്, അതും കൂടിയും കൊടുത്ത് ഓക്കെ ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ആധാറുമായിട്ട് എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട് എങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആധാറുമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പം പേരിൽ എന്തെങ്കിലും വ്യത്യാസം കാണും, അല്ലെങ്കിൽ ജെൻഡർ, DOB ഇതിലേതെങ്കിലും മാറ്റങ്ങൾ കാണും. അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി എഡിറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ പേര് വ്യത്യാസമുണ്ട് എങ്കിൽ പേരെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെയിം ആഫ്റ്റർ ആധാർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഏഞ്ചലീന അന്ന എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ UDIFEനകത്ത് ഏഞ്ചലീന അന്ന ജോബി എന്ന് കിടപ്പുണ്ട്. അപ്പോൾ രണ്ടും മാച്ചല്ല, അത് നമുക്ക് മാച്ചാക്കേണ്ടതായിട്ടുണ്ട്. ആധാറുമായിട്ട് നമ്മൾ മാച്ചാക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇല്ല എങ്കിൽ ആധാർ തിരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഏതാണോ കറക്റ്റ് ഡീറ്റെയിൽസ് അത് നമ്മൾ തിരുത്തുക. അപ്പോൾ നമുക്ക് പേര് വ്യത്യാസം വന്നിട്ടുണ്ട് എങ്കിൽ നമുക്കതെങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ തന്നെ ആ കുട്ടിയുടെ പെൻ നമ്പർ കോപ്പി ചെയ്യുക. അതിനുശേഷം നമുക്ക് മുകളിൽ സ്റ്റുഡൻസ് നെയിം അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സ്റ്റുഡൻസിൻ്റെ പെൻ നമ്പർ കൊടുക്കുക, ഗോ കൊടുക്കുക. ഗോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആധാറുമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആ കുട്ടിയുടെ പേര് ഏഞ്ചലീന അന്ന ജോബി എന്നുള്ളത് ഏഞ്ചലീന അന്ന എന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കത് അത്ര ആയിട്ട് കൊടുത്ത് അപ്ഡേറ്റ് റെക്കോർഡ് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മളിപ്പോൾ ഒരു പേര് എഴുതിയതിന് ശേഷം വെറുതെ ഒരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് വാലിഡേറ്റ് ആകുകയില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ പേര് കഴിഞ്ഞതിന് ശേഷം സ്പേസ് ഉണ്ട് എങ്കിൽ അത് കളയുക. അതിന് ശേഷം അപ്ഡേറ്റ് റെക്കോർഡ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ലിങ്ക് കൊടുക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട് അപ്ഡേറ്റ് റെക്കോർഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഒരു കൺഫർമേഷൻ ചോദിക്കും. അത് ഓക്കെ ആണ് എങ്കിൽ കൺഫേം ചെയ്യുക.
അപ്പോൾ ഇത് ഒരു തവണയെ മാറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷം കൺഫേം കൊടുക്കുക, മുന്നോട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കുട്ടികളുടെ ഡീറ്റെയിൽസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു. അതുപോലെ തന്നെ പേരുകൾ എങ്ങനെ വ്യത്യാസം വരുത്താമെന്നുള്ളതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വെച്ച് ചോദിക്കാവുന്നതാണ്. പുതിയ കുട്ടികളെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഇതുവരെ നമ്മുടെ UDFിനകത്ത് വന്നിട്ടില്ല. അത് അധികം താമസിയാതെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് വരുമ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.